ഈ ദേശീയപാതയിലെ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. കുറ്റിപ്പുറം അപകടത്തിന് പിന്നാലെ കൂരിയാട് പ്രദേശവും ഗുരുതര അപകട ഭീഷണിയിലാണെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. സർവീസ് റോഡിൽ നിന്ന് പ്രധാന പാതയിലേക്കുള്ള പ്രവേശന സംവിധാനത്തിലെ അപാകതയാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് ആരോപണം. നിരവധി പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും വലിയ ദുരന്തം ഒഴിവാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ ഈ വിഷയത്തിൽ ജില്ലാ കളക്ടർക്ക് NHAക്ക് ഒക്കെ ഇത് നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കലക്ടർക്ക് നിവേദനം കൊടുത്തു. കലക്ടർ അതിൽ റിപ്പോർട്ട് തേടി KNRCക്ക് അത് അടിയന്തരമായി പരിഹരിക്കണം എന്നുള്ള റിപ്പോർട്ടൊക്കെ കൊടുത്തു. പക്ഷേ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. ഞങ്ങളെ MLA MP അവരും ഇതുമായി ബന്ധപ്പെട്ട് കലക്ടറെ കൃത്യമായി ധരിപ്പിക്കുകയും അതിൻ്റെ നടപടികൾ തുടർന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, നേരത്തെ ഇവിടെ 6 വരിപ്പാത എന്ന് പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ ഉണ്ടാക്കിയ പാലം ഈ ഹൈവേക്ക് വേണ്ടി ഉപയോഗിച്ച് എന്നല്ലാതെ ഭൂമി ഏറ്റെടുത്ത് അത് റോഡിനായിട്ട് ഇതുവരെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യം. കുറ്റിപ്പുറത്തെ പോലുള്ള ഒരു അപകടം ഇവിടെ നടന്നു കഴിഞ്ഞാൽ 10 മീറ്റർ ബസ് തെന്നിമാരെ നേരെ വീഴുന്നത് പുഴയിലേക്കാവും, വെള്ളത്തിലോട്ടാവും. അപ്പോൾ പുഴയിലോട്ട് വീണുന്നതിൻ്റെ എന്താവും, നല്ലൊരു അപകടത്തിൻ്റെ ആഘാതം കൂടുന്നുണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ നടപ്പാതയും കൂടി ഇല്ല. സോണൽ കൃഷ്ണ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. സോണൽ, കുറ്റിപ്പുറത്തെ അപകടം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മനുഷ്യർ പറയുന്ന കാര്യം വളരെ ഗൗരവമുള്ളതാണ്. ഇനിയും ഒരു അപകടം ആവർത്തിക്കാതിരിക്കാനാണ്. കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് ഈ മനുഷ്യരൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ പരാതികൾ ഗൗരവമായി കണ്ട് വേഗത്തിൽ നടപടികൾ ഉണ്ടാകണമല്ലോ. പ്രത്യേകിച്ച് പ്രധാന പാതയിലേക്ക് അടക്കം കയറുന്ന ഒരു വഴി, പ്രധാന പാത എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയോ വാഹനങ്ങൾ കടന്നു പോകുന്ന, എത്രയോ മനുഷ്യർ സഞ്ചരിക്കുന്ന ഒരു പാതയിൽ ഒരു അപകടം ഉണ്ടായാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തീർച്ചയായിട്ടും റോഷ്നി, കുറ്റിപ്പുറം അപകടം നമ്മുടെ മുന്നിലുണ്ട്. സമാന രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ് ഈ കൂരിയാട് ഉള്ളത് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. അതായത് 6 വരിപ്പാത നേരെ പാലം എത്തുമ്പോൾ 4 വരിപ്പാതയായി മാറുന്ന സാഹചര്യം. ഈ പാലത്തിലേക്കാണ് ഈ പറഞ്ഞ 6 വരിപ്പാതയുടെ സർവീസ് റോഡ് ചെന്ന് കയറുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാകും. കാരണം 4 വരിയായി ചുരുങ്ങുമ്പോൾ ഒരു ഭാഗത്തേക്ക് വെറും 2 വരിയായിട്ടാണ് വാഹനങ്ങൾ പോവുക. ആ രണ്ടാമത്തെ വരിയിലേക്കാണ് ഈ അപ്രോച്ചിൽ റോഡിൽ നിന്ന് വാഹനങ്ങൾ ചെന്ന് കയറുന്നത്. ഒരു പക്ഷേ വലിയ വേഗതയിൽ, അതായത് ഏറ്റവും വേഗത കൂടിയ ട്രാക്ക്, അതിന് തൊട്ടടുത്ത് അതിൽ കുറച്ച് വേഗത കുറഞ്ഞ ട്രാക്ക്, ആ 2 ട്രാക്കിലൂടെ വരുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് അമിത വേഗത്തിലായിരിക്കും. ആ വേഗതയിൽ വരുന്ന വാഹനങ്ങൾക്കിടയിലേക്കാണ് അപ്രോച്ച് റോഡിൽ നിന്ന് ഈ സാധാരണ വാഹനങ്ങൾ, മറ്റു വാഹനങ്ങൾ കയറി പോകുന്നത്. അത് കയറി എത്തുന്നത് ഒരു പാലത്തിലേക്കാണ്. ആ പാലത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ വരെ സൂചിപ്പിക്കുന്നത്. അതായത് അപ്രോച്ച് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കൂടുതൽ വിസിബിൾ അല്ല ഈ ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ പതിവിൽ കൂടുതൽ അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുത്താൽ 34 FIR ആ പ്രദേശത്ത് മാത്രം നടന്ന അപകടത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കണക്ക് കൂടി ആ പ്രദേശത്തെ ആളുകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം, കുറ്റിപ്പുറത്ത് സംഭവിച്ചതുപോലെ ഒരു അപകട സാധ്യത മേഖല കൂടിയാണ് ഈ പറയുന്ന കൂരിയാട് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. കാരണം അമിത വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങൾ ഒരിക്കലും അപ്രോച്ച് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാൻ ഇടയില്ല. കാരണം വിസിബിലിറ്റി ഏറെ കുറവാണ്. ആ പ്രദേശത്തെ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കത് മനസ്സിലാവും. ഒരു പക്ഷേ അങ്ങനെ വാഹനങ്ങൾ വരികയാണെങ്കിൽ സുരക്ഷയ്ക്കായി നിർമ്മിച്ച, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഭിത്തികളും മറ്റും വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇടിച്ചു തെറിപ്പിച്ച തെളിവുകൾ ഉൾപ്പെടെ നമ്മുടെ മുന്നിൽ അവിടെ കാണാൻ വേണ്ടി കഴിയും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ കുറ്റിപ്പുറത്ത് സംഭവിച്ച മാതിരി ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ നേരെ വാഹനങ്ങൾ മറിഞ്ഞ് വീഴുക 10 മീറ്റർ മാത്രം അപ്പുറത്തുള്ള ആ പുഴയിലേക്കാണ് എന്നുള്ളതാണ്. വലിയ അപകടം ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടി അവർ പരിഗണിക്കുന്നുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ ഈ ദേശീയപാത നിർമ്മാണ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഇവിടെ അപ്രോച്ച് റോഡിന് കുറുകെ തന്നെ ഒരു പാലം വേണം, എങ്കിൽ മാത്രമേ ഈ പരിഹാരം, അതായത് ഈ പരിഹാരമാവൂ എന്നുള്ളതാണ്. പക്ഷേ അത് അന്ന് വകവയ്ക്കാതെ ദേശീയപാതയുടെ അതോറിറ്റി അവർ ചിന്തിച്ച, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന പ്രകാരം അവിടെ റോഡ് നിർമ്മിക്കുന്നു. അതായത് 6 വരി പാത വന്ന് നേരെ 4 വരി ആകുന്നു, അതിലേക്ക് അപ്രോച്ച് റോഡ് ചെന്ന് കയറുന്നു. അങ്ങനെയാണ് അവിടെ സ്ഥിരം അപകടങ്ങൾ, ദിവസേന ഒരു അപകടമെങ്കിലും അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പേടിപ്പെടുത്തുന്ന സാഹചര്യം. വലിയ എന്താണെന്ന്, കാരണം എല്ലാ ദിവസവും അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം. അപ്പോൾ ഈ കുറ്റിപ്പുറം പോലെ കൂരിയാട് കൂടി ഇനിയൊരു അപകടം കാണാതിരിക്കട്ടെ ഈ കേരളം. കാരണം നമുക്ക് ഓരോ അപകടങ്ങളും പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് ആരാണ് പഠിക്കുന്നത് എന്നുള്ളതൊരു ചോദ്യമാണല്ലോ.